സിറിയയിൽ വീണ്ടും യുദ്ധത്തിന് ആക്കം കൂടുകയാണ്. സിറിയയുടെ യുദ്ധം വീണ്ടും വീണ്ടും മനുഷ്യന്മാരെ മുഴുവനും അടക്കി വേണം. സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് അനുകൂലികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം 70 പേരാണ് കൊല്ലപ്പെട്ടത്. ലത്താക്കിയയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടർട്ടാസിലേക്കും വ്യാപിച്ചു. അസാദ് അനുകൂലികളുടെ ശക്തി കേന്ദ്രമായ ലദാക്കിയൻ ഗ്രാമങ്ങളിൽ സേന വ്യോമാക്രമണം നടത്തിയതായി ബ്രിട്ടനിലെ സിറിയൻ യുദ്ധ നിരീക്ഷണ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. ലതാക്കിയയിലേക്ക് കൂടുതൽ സേനയെ അയച്ചതായി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യം ശ്രമിക്കുന്നതായി ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലദാക്കിയ പ്രവിശ്യയിലെ ജംബ്ല പട്ടണത്തിലാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. അസാദിന്റെ സേനയിലെ ദ ടൈഗർ എന്ന് വിളിപ്പേരുള്ള കമാൻഡറായിരുന്ന സുഹേൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടലിന് തുടക്കം കുറിക്കുന്നത്. 2015 വിമതർക്കെതിരെ അസാദ് സേനയെ നയിച്ചത് ഹസാനാണ്. തീരമേഖലയായ ബെനിയായും ജബ്ബയും ഇപ്പോഴും അസാദ് അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ്. ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണ് ഇവിടം. സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയൻ ഷിയ വിഭാഗത്തിലെ അലാവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസാദ് കുടുംബം. ബഷാർ അൽ അസാദിന്റെ പതനത്തിനു ശേഷം അലാവി വിഭാഗത്തിന് നേർക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. അസാദിന്റെ ജന്മനഗരമായ ദർക്കയിലും അലാവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ. കഴിഞ്ഞ ഡിസംബറിൽ സായുധ സംഘടനയായ ഹയത്ത് തഹ്രീർ അൽ ഷാം നടത്തിയ വിമത വിപ്ലവത്തിന് ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് ലദാക്കിയിലേത്. ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് വിമതർ അസാദിന്റെ സമഗ്രാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചത്. XTS നയിച്ച 11 ദിവസത്തെ വിപ്ലവത്തെ തുടർന്ന് അസാദ് റഷ്യയിലേക്കും പലായനം ചെയ്തിരുന്നുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. XTSന്റെ നേതാവായിരുന്ന അഹമ്മദ് അൽ ഷാരയാണ് നിലവിൽ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുന്നത്. രാജ്യത്തു നിന്നും അസാദ് അനുകൂലിയുടെ ഉന്മൂലനം ചെയ്യുമെന്ന് ഷാരയുടെ കീഴിലുള്ള സേന പ്രഖ്യാപിക്കുകയും ചെയ്തു. അസാദിന്റെ ഇപ്പോഴത്തുള്ള നില എന്താണെന്ന് പോലും ആർക്കും വ്യക്തമല്ല. യഥാർത്ഥത്തിൽ സിറിയയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പോലും ആർക്കും അറിയില്ല. സിറിയയുടെ യുദ്ധം ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് ഭീഷണി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ പോലുള്ള രാജ്യത്ത് അഭയം പ്രാപിച്ച അസാദ് റഷ്യയുമായി സൗഹൃദത്തിലാവുകയും സിറിയയെ പിടിച്ചടക്കാൻ വരുമോ എന്നുള്ള ചോദ്യവും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇനിയും യുദ്ധങ്ങൾ ശക്തമാവുകയാണെങ്കിൽ 3ാം ലോക മഹായുദ്ധം അരികെ ഉണ്ടാകുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇനിയും അശാന്തിയായി പടരുന്ന പല അക്രമവും വരികയാണെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഇനിയും ഉണ്ടാകും. ഇപ്പോൾ 200-ലധികം ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ യുദ്ധങ്ങൾ മൂലം സിറിയയിൽ മാത്രമുണ്ടായി. സിറിയയിൽ ഇനിയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ സിറിയൻ രാഷ്ട്രീയം അനിശ്ചിതാവസ്ഥയിലാകും. യഥാർത്ഥത്തിൽ സിറിയയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും ഇപ്പോഴും വ്യക്തമാകാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ സിറിയയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇനി അടുത്തത് സിറിയനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നല്ല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ്. ഇറാൻ അടങ്ങുന്ന രാജ്യം സിറിയയ്ക്ക് സപ്പോർട്ടുമായി രംഗത്ത് വരുമ്പോൾ ഇനിയും യുദ്ധങ്ങൾ അത് വളർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളത് തീർച്ചയാണ്.